ഓക്കെ, സോ ഇന്ന് നമ്മൾ അടുത്ത സ്റ്റാൻഡേർഡിലോട്ട് കിടക്കുകയാണേ. ലാസ്റ്റ് സ്റ്റാൻഡേർഡ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് വാസ് IAS 1 അല്ലേ? ഇനി അടുത്ത സ്റ്റാൻഡേർഡ് IA 16 ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ബേസിക്കലി പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റ്സ് വിച്ച് കംസ് അണ്ടർ നോൺ കറന്റ് അസറ്റ്സ് അല്ലേ? അപ്പൊ അതിന്റെ മുന്നേ അസറ്റ്സ് എന്താണെന്നുള്ളത് ഒന്നും കൂടെ റീക്യാപ്പ് ചെയ്യാം. അസറ്റ്സ് എന്ന് പറയുന്നത് ഇൻ ACCA ടേംസ് ഇറ്റ് ഇസ് എ റിസോഴ്സ് വിച്ച് ഇസ് കൺട്രോൾഡ് ബൈ ദി എൻറ്റിറ്റി. അതായത് നമ്മളുടെ ഫേം കൺട്രോൾ ചെയ്യുന്ന റിസോഴ്സസ് ആയിരിക്കണം. അതേപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടണം? ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം കീ ടേക്ക് അവേസ് എന്താണ്? അസറ്റ് ഒരു റിസോഴ്സ് ആണ് അല്ലേ? പിന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കൺട്രോൾ ആസ് ഇൻ നമ്മൾക്ക് അത് യൂസ് ചെയ്യാനും അല്ലെങ്കിൽ സെല്ല് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അല്ലേ? അതുവഴി നമുക്ക് എന്ത് കിട്ടും? അതിൽ നിന്ന് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടും. ഇങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ? ഇനി അസറ്റ് എന്ന് പറയുമ്പം അസറ്റ് ഒരു ചെലവാണ് അല്ലേ? നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് അസറ്റ് കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ചെലവ്, അതായത് എക്സ്പെൻഡിച്ചർ, രണ്ട് രീതിയിലുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും. ഓക്കെ, അതിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ഒരു എമൗണ്ട് ചെലവാക്കിയിട്ട് നമ്മൾക്ക് അതിൽ നിന്ന് ഫ്യൂച്ചറിൽ എക്സ്ട്രാ എക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടുവാണെങ്കിൽ, എക്സ്ട്രാ കിട്ടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ അസറ്റ് എക്സ്പെൻഡിച്ചർ എന്നും കൂടെ പറയും. കാരണം എന്താണ്? ബേസിക്കലി നമ്മൾ ഒരു അസറ്റിന് എടുക്കുവാണ്, വാങ്ങുവാണ്. ഓക്കെ അല്ലേ? അപ്പം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് എക്സ്ട്രാ ആയിട്ട് കിട്ടും. അതേപോലെ എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യും. അതേപോലെ നമ്മൾ അതിനെ എന്ത് ചെയ്യും? അസറ്റ് ആയിട്ട് ക്യാപിറ്റലൈസ് ചെയ്യും. ഇനി ഈ ക്യാപിറ്റലൈസ് ചെയ്യാന്ന് വെച്ചാൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ അസറ്റ് ആയിട്ട് അതിനെ FSൽ എമൗണ്ട് കാണിക്കും, അല്ലെങ്കിൽ ഒരു അസറ്റിന്റെ കൂടെ നമ്മൾ എമൗണ്ട് ആഡ് ചെയ്യുക. അതിനൊക്കെയാണ് ക്യാപിറ്റലൈസിംഗ് എന്ന് പറയുന്നത്. ബേസിക്കലി അസറ്റ് ആയിട്ട് കൂട്ടുക എമൗണ്ടിൽ, അതിനാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു അസറ്റിനെ വാങ്ങിക്കുക, അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഇനി സപ്പോസ് നമ്മൾ ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ നമ്മളുടെ എക്സിസ്റ്റിംഗ് കപ്പാസിറ്റീനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ റവന്യൂ എക്സ്പെൻഡിച്ചർ കാരണം നമ്മൾക്ക് എന്തില്ല? ഫ്യൂച്ചറിൽ എക്സ്ട്രാ എക്കണോമിക് ബെനിഫിറ്റ്സ് ഒന്നും നമ്മളുടെ കയ്യിൽ വരുന്നില്ല. ഓക്കെ അല്ലേ? എക്സാമ്പിൾ പറയുവാണെങ്കിൽ, അതായത് മെയിൻ്റനൻസ് ആണെന്നാണേ, എഡിറ്റിംഗ് എറർ ആണ് കേട്ടോ. അപ്പൊ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ വർക്ക്സ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ എസറ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റാൻഡേർഡിലോട്ട് പോവാണ്. IA 16 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡ്സും നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ ഡെഫിനിഷൻ നമ്മളൊന്ന് കവർ ചെയ്യും. ഓക്കെ, പിന്നെ അതിന്റെ ക്രൈറ്റീരിയ എന്താണ്? ഒരു സ്റ്റാൻഡേർഡിനെ അതിലേക്ക് നമ്മൾ ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ, ഒരു സംഭവത്തിനെ അതിലേക്ക് ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ എന്താണ്, പിന്നെ അതിന്റെ മെഷർമെന്റ് എന്താണ്, ഇങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. IA 16 are assets which are used for production purposes, distribution purposes and administrative purposes. നമ്മൾ ഒരു അസറ്റിനെ നമ്മളുടെ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ അതായത് സെയിൽസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് പേർപ്പസ് അതായത് നമ്മളുടെ ബിസിനസ് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അസറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? IA 16 PPE എന്ന് പറയാം. ഓക്കെ, പ്രോപ്പർട്ടി, പിന്നെ പ്ലാന്റ്, എക്വിപ്മെന്റ്. പ്ലാന്റ് ആസ് ഇൻ ഏത് മെഷീനറിയും വരാം, എക്വിപ്മെന്റ് ആസ് ഇൻ ഏത് ചെറിയ ചെറിയ ഐറ്റംസും വരാം. ഓക്കെ, പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ബിൽഡിങ്ങും ലാൻഡും ഒക്കെ അടക്കമുള്ള ഒരു സംഭവം. ഓക്കെ, ഒരു പ്രെമിസ്. ഇനി റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ രണ്ടെണ്ണാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ നിന്ന് നമുക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടണം. രണ്ടാമത്തത് എന്താണ്? എന്താണോ ആ അസറ്റ് അതിന്റെ കോസ്റ്റ് നമുക്ക് റിലയബിളി മെഷർ ചെയ്യാൻ വേണ്ടി പറ്റണം. കോസ്റ്റ് ക്യാൻ ബി റിലയബിളി മെഷേർഡ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ IA 16 PPEയുടെ മെഷർമെന്റ് ആണ്. ഓക്കെ, അപ്പൊ മെഷർമെന്റ് നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് ഇനീഷ്യൽ മെഷർമെന്റും രണ്ടാമത്തത് ഇയർ എൻഡ് മെഷർമെന്റും. ഓക്കെ, ഇനീഷ്യൽ മെഷർമെന്റും ഇയർ എൻഡ് മെഷർമെന്റും. ഓക്കെ, നമ്മൾ എസറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും, അതേപോലെ ക്ലോസിംഗ് ഡേറ്റിൽ നമ്മൾ ആ എസറ്റിനെ എങ്ങനെ വീണ്ടും മെഷർ ചെയ്യുമെന്ന് പറയുന്ന മെഷർമെന്റ്. രണ്ട് രീതിയിലുള്ള മെഷർമെന്റ് ആണ്.
ഓക്കെ, ഇനീഷ്യൽ മെഷർമെന്റ്, ഇയർ എൻഡ് മെഷർമെന്റ്. ഓക്കെ അല്ലേ? അപ്പൊ ഇനീഷ്യലി നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ അസറ്റിനെ വാങ്ങുവാണ് ചെയ്യുക അല്ലെ? അപ്പൊ ആ വാങ്ങുമ്പം നമ്മൾ പ്രത്യേകിച്ച് സൂക്ഷിക്കണം, ആ അസറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡയറക്റ്റ് കോസ്റ്റും നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റലൈസ് ചെയ്യും, ആസ് ഇൻ അസറ്റിന്റെ എമൗണ്ട് ആയിട്ട് കാണിക്കും. നിങ്ങൾ എഫ് എ ഒക്കെ കംപ്ലീറ്റ് ചെയ്തതാണെങ്കിൽ എഫ് എയിലുള്ള അതേ സാധനമാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇനി എഫ് എ പഠിക്കാത്ത കൂട്ടരാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇനീഷ്യൽ മെഷർമെന്റിൽ ബേസിക്കലി നമ്മൾ ആ അസറ്റിനോട് അനുബന്ധിച്ചിട്ടുള്ള കോസ്റ്റ് ആണ് ക്യാപിറ്റലൈസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഞാൻ എന്ത് ചെയ്തു, ഒരു മെഷീൻ വാങ്ങി, അതിന്റെ പെർച്ചേസിങ് പ്രൈസ് വെറും 50,000 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതിന്റെ കൂടെ ആ മെഷീൻ വേറൊരു സ്ഥലത്ത് നിന്ന് ഞാൻ കൊണ്ടുവരുന്നതാണെങ്കിൽ അതിന് ഞാൻ എന്ത് ചെയ്യും? ഇമ്പോർട്ട് ഡ്യൂട്ടി അടക്കും, ലെറ്റ്സ് സേ ഒരു $500. ഓക്കെ, അതിനുശേഷം എനിക്ക് എന്ത് ചെയ്തു, ആ ഒരു ട്രേഡർ എനിക്കൊരു ട്രേഡ് ഡിസ്കൗണ്ട് തന്നു എന്ന് വിചാരിക്കുക, ലെറ്റ്സ് സേ $1,000. അങ്ങനെയെങ്കിൽ അത് മൈനസ് ചെയ്യാം. പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചേഴ്സും, ഫോർ എക്സാമ്പിൾ കാരേജ് ചാർജ്, ഫ്രൈറ്റ് ചാർജ്, അതായത് അത് മൂവ്മെന്റ്, ആ ഒരു അസറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി എനിക്കൊരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒരു 1,000 ആയി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ 1,000 ഞാൻ എന്ത് ചെയ്യും? അതിന്റെ കൂടെ മൈനസ് ആക്കുകയല്ല ചെയ്യുക, ആഡ് ചെയ്യും. ഓക്കെ, ബേസിക്കലി എന്താ ആലോചിക്കുന്നത്, ഇനി ഭാവിയിൽ ഞാനിത് തിരിച്ചു വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡയറക്റ്റ് കോസ്റ്റും ഞാൻ റിക്കവർ ചെയ്യണം. ഓക്കെ, ഇനി ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ വലിയ അസറ്റ് നമ്മൾ ഡിസ്മാൻറ്റിൽ ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കി പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ചാർജ് വരും എന്നുള്ളതാണ് ഡിസ്മാൻറ്റ്ലിംഗ് കോസ്റ്റ്. അത് നമ്മൾ മുൻകൂട്ടി ലെറ്റ്സ് സേ ഒരു 1,000 അതും നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇത് മൊത്തത്തിൽ നമ്മൾ ടോട്ടൽ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? അസറ്റിന്റെ വാല്യൂ ക്യാപിറ്റലൈസ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇയർ ഇൻ മെഷർമെന്റ്. അപ്പൊ ഇതാണ് ഇനീഷ്യൽ മെഷർമെന്റ്. ഇനീഷ്യലി ഇത്രയേ ഉള്ളൂ, നമ്മളെ അസറ്റിന്റെ പെർച്ചേസ് പ്രൈസും പിന്നെ അസറ്റിനോട് ഡയറക്ട്ലി ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള കോസ്റ്റും അതേപോലെ ഡിസ്കൗണ്ടും. ഓക്കെ, ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും ഇനീഷ്യൽ മെഷർമെന്റ്. ഇനി അടുത്തത് ഇയർ ഇൻ മെഷർമെന്റ് ആണ്. അപ്പൊ ഇയർ ഇൻ മെഷർമെന്റിൽ നമുക്ക് രണ്ട് രീതിയിൽ മെഷർ ചെയ്യും ഒരു അസറ്റിനെ. ഒരു ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കോസ്റ്റ് മോഡലാണ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് റീവാലുവേഷൻ മോഡലാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മെത്തേഡ് എന്താണ്? കോസ്റ്റ് മോഡലാണ്. സെക്കൻഡ് മെത്തേഡ് എന്താണ്? റീവാലുവേഷൻ മോഡലാണ്. കോസ്റ്റ് മോഡല് നമ്മൾ ചെയ്യുന്ന സമയത്ത് പണ്ട് നമ്മൾ പഠിച്ചതുപോലെ നമ്മൾ അസറ്റിനെ ഏത് പ്രൈസ് കൊടുത്തിട്ടാണോ അല്ലെങ്കിൽ ഇനീഷ്യൽ മെഷർമെന്റ് എന്തുകൊണ്ടാണോ നമ്മൾ ചെയ്യുന്നത്, ആ ഒരു മെഷർമെന്റിൽ തന്നെ അസറ്റിനെ കാലാകാലം കാണിക്കുന്നതിനാണ് കോസ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, അപ്പൊ അസറ്റിന്റെ വാല്യൂ ചേഞ്ച് അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് പഠിച്ച ഡിപ്രീസിയേഷൻ ഒക്കെ എവിടെ പോകുന്നുള്ളത്? ഒന്നുമില്ല, നമ്മൾ ഡിപ്രീസിയേഷനും കാണും. എന്നിട്ട് ഡിപ്രീസിയേഷനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കും, അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആയിട്ട്. അപ്പൊ അസറ്റിന് എന്തായാലും എന്തുണ്ടാവും? ഒരു ക്യാരിങ് വാല്യൂ എന്തായാലും ഉണ്ടാവും. അപ്പൊ ക്യാരിങ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കോസ്റ്റ് ഓഫ് ദി അസറ്റ് നമ്മൾ എടുക്കും, അതിൽ നിന്ന് അതിന്റെ അതുവരെക്കുള്ള ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യും, അതിനുശേഷം കിട്ടുന്നതാണ് ക്യാരിങ് വാല്യൂ. ഇനി നിങ്ങൾ മുമ്പൊക്കെ +1 +2 ഒക്കെ പഠിച്ച സമയത്ത് അല്ലെങ്കിൽ എഫ് എ പഠിച്ച സമയത്ത് നിങ്ങൾ ബേസിക്കലി ചെയ്തത് എന്തായിരുന്നു? നമ്മൾ വാങ്ങുന്ന അസറ്റിനെ നമ്മൾ എങ്ങനെയാണ് ജേർണലൈസ് ചെയ്യുക, നമ്മൾ എങ്ങനെയാണ് അതിനെ ലെഡ്ജറിലോട്ട് മാറ്റുക, അല്ലെ? ഇതൊക്കെയാണ് നിങ്ങൾ മുൻപ് പഠിച്ചിരുന്നത്. എഫ് ആറിൽ വരുമ്പോൾ എന്താണ് ഡിഫറൻസ് എന്താ വെച്ചാൽ, നിങ്ങൾ എടുക്കുന്നത് ഏത് എമൗണ്ടിലാണ് അതിനെ എഫ് എസിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതിനെങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക, അതിന്റെ ബാക്കിലുള്ള നിയമവശങ്ങൾ എന്താണ്, അതാണ് നമ്മൾ പഠിക്കുന്നത് IFRS-ലൂടെ. ഓക്കെ അല്ലേ? അപ്പം കണ്ടിന്യൂ ചെയ്യാം. മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. ബട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ ഉണ്ട്. ഡിപ്രീസിയേഷൻ ചെയ്യാൻ വേണ്ടി രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും രണ്ടാമത്തത് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡും. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ അസറ്റിന്റെ കോസ്റ്റ് എടുക്കും, അതിൽ നിന്ന് എന്ത് ചെയ്യും? അതിന്റെ യൂസ്ഫുൾ ലൈഫ് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതായത് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് അസറ്റിനെ അതിന്റെ യൂസ്ഫുൾ ലൈഫിലേക്ക്, ഓവർ ദ യൂസ്ഫുൾ ലൈഫ് നമ്മൾ അസറ്റിന്റെ വാല്യൂ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്വസ്റ്റനിൽ ഒരു പെർസെൻറ്റേജ് തന്നിട്ടുണ്ടാവും. അപ്പൊ കോസ്റ്റും ആ പെർസെൻറ്റേജും എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാനൊരു അസറ്റിനെ വാങ്ങിച്ചു, ലെറ്റ്സ് ജസ്റ്റ് സേ ഒരു $25,000
വിലയുള്ള ഒരു അസറ്റിനെ ഞാൻ വാങ്ങിച്ചു. അതിൽ പറയുന്നുണ്ട് യൂസ്ഫുൾ ലൈഫ് 5 years ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കാണുക? 25,000 സപ്പോസ് അതിനെ വിൽക്കുമ്പം എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 5,000 വിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ റെസിജ്വൽ വാല്യൂ എന്ന് പറയും. എത്രയാണ്? 5,000 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അസറ്റിന്റെ ഡിപ്രീസിയേഷൻ കാണുന്ന സമയത്ത് ഞാൻ അസറ്റിന്റെ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ റെസിജ്വൽ വാല്യൂ ആയ 5,000 ഡിവൈഡഡ് ബൈ 5 അല്ലേ? അപ്പൊ എത്രയാണ് വരിക? 4,000 പെർ ഇയർ ആണ് വരിക. ഇനി സ്ട്രേറ്റ് ലൈൻ ബേസിസിന്റെ പ്രത്യേകത എന്താണ്? ഈ 4,000 തന്നെ ആയിരിക്കും അസറ്റിനെ നമ്മൾ കാലാകാലം കൊല്ലം തോറും ഡിപ്രീസിയേറ്റ് ചെയ്ത് പോവുക. അടുത്ത മെത്തേഡ് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡാണ്. ഇപ്പൊ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡിൽ നമ്മൾ ഫസ്റ്റ് ഒരു പെർസെൻറ്റേജ്, നമ്മളുടെ കയ്യിൽ പെർസെൻറ്റേജ് ഉണ്ടാവും. ആ പെർസെൻറ്റേജ് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഫസ്റ്റ് അതിനെ കോസ്റ്റിന്റെ മുകളിൽ അപ്ലൈ ചെയ്യും. ലെറ്റ്സ് ജസ്റ്റ് സേ നമ്മളൊരു $25,000 ഒരു സെയിം തിങ് ഒരു അസറ്റ് എടുത്തു. അതിന്റെ ഡിപ്രീസിയേഷൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10% ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഇയർ അതിന്റെ പെർസെൻറ്റേജ് എത്രയായിരിക്കും? അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 25,000 മൈനസ് 2,500 ആണ് വരിക അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ക്യാരിയിങ് വാല്യൂ എത്ര കിട്ടും? 25,000 മൈനസ് 2,500 എന്ന് പറയുമ്പോൾ 22,500 അല്ലേ? അതിനുശേഷം നമ്മൾ വീണ്ടും ഡിപ്രീസിയേഷൻ കാണുമല്ലോ. ആ ഡിപ്രീസിയേഷൻ നമ്മൾ കാണുക പ്രീവിയസ് ഇയർ ബാലൻസിന്റെ ക്യാരിയിങ് എമൗണ്ടിനോടാണ് അല്ലേ? അതായത് 10%, അതായത് 2250. ഇങ്ങനെ നമ്മൾ ക്യാരിയിങ് വാല്യൂയുടെ മുകളിൽ ഇങ്ങനെ ഡിപ്രീസിയേഷൻ കണ്ടുപോകുന്നതിന്റെ പേരാണെന്ത്? റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് എന്ന് പറയും. ഇതിന് വേറെയും നമുക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെയും ഒരു ട്രിക്ക് ഉണ്ട്. ഇതിവിടെ നമ്മൾ 25,000 കൊടുത്തു, 2,500 മൈനസ് ആക്കി, നമുക്ക് 22,500 കിട്ടി അല്ലേ? ഇനി സ്ട്രെയിറ്റ് അവേ നിങ്ങളുടെ ക്വസ്റ്റനിൽ ചിലപ്പോൾ എന്തോ ആവാം. നിങ്ങളുടെ ക്വസ്റ്റനിൽ ചിലപ്പോൾ ഡിപ്രീസിയേഷൻ ചോദിക്കാം അല്ലെങ്കിൽ ക്യാരിയിങ് വാല്യൂ ചോദിക്കാം. ഇനി ക്യാരിയിങ് വാല്യൂ ആണ് ചോദിച്ചെങ്കിൽ ഡിപ്രീസിയേഷൻ ഒന്നും എടുത്തിട്ട് ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഈ ക്യാരിയിങ് വാല്യൂവിന്റെ ഇൻറ്റു 90% ചെയ്താൽ മതി. അതായത് ഡിപ്രീസിയേഷൻ കഴിച്ചിട്ടുള്ള അസറ്റിന്റെ വാല്യൂ, അതായത് 90%. 100 മൈനസ് 10 90%. ഇങ്ങനെ ചെയ്യാം, പക്ഷെ നിർബന്ധമില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത മെത്തേഡ്, അടുത്ത അക്കൗണ്ടിങ് പോളിസി വേ യു റെക്കോർഡ് യുവർ IAS 16 റീവാലുവേഷൻ മോഡൽ. നമ്മൾ ഇത്രയും സമയം പറഞ്ഞത് കോസ്റ്റ് മോഡലാണ്. നെക്സ്റ്റ് റീവാലുവേഷൻ മോഡലാണ്. അപ്പൊ റീവാലുവേഷൻ മോഡലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ അസറ്റിനെ അതിന്റെ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ ഫെയർ വാല്യൂവിലാണ് കാണിക്കുക. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രേ ചെയ്യത്തുള്ളൂ. എല്ലാ കൊല്ലവും അസറ്റിനെ റീവാല്യൂ ചെയ്യും. എന്നിട്ട് റീവാല്യൂ ചെയ്യുന്ന എമൗണ്ട് ആ ഒരു അസറ്റിനെ ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വിൽക്കുമ്പം നമ്മൾക്ക് എത്രത്തോളം പൈസ കിട്ടും, അല്ലെങ്കിൽ ആ വിൽക്കുമ്പോൾ ഉണ്ടാവുന്ന പൈസയും അതിന്റെ കൂടെ വരുന്ന എക്സ്പെൻസ് ഒക്കെ മൈനസ് ചെയ്തിട്ട് ആ അസറ്റിന്റെ ഫെയർ വാല്യൂ എത്രയായിരിക്കോ അതിലേക്ക് ആ അസറ്റിന്റെ വാല്യൂ മാറ്റുന്നതിനാണ് എന്ത് പറയുന്നത്? റീവാലുവേഷൻ മോഡൽ എന്ന് പറയുന്നത്. ഇനി റീവാലുവേഷൻ മോഡലിൽ നമ്മൾക്ക് അങ്ങനെ തോന്നിയ പോലെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതിന് സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് എന്താണ്? റിലയബിൾ ഫെയർ വാല്യൂ ഷുഡ് ബി അവൈലബിൾ. എന്താണോ അസറ്റിനെ നമ്മൾ റീവാല്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ അസറ്റിന്റെ റിലയബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെയർ വാല്യൂ കിട്ടണം. രണ്ടാമത്തത്, എല്ലാ അസറ്റ്സും അണ്ടർ ദ സെയിം ക്ലാസ് അല്ലെങ്കിൽ കാറ്റഗറി സെയിം ടൈമിൽ സെയിം ഡേറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? റീവാല്യൂ ചെയ്യും. ഇനി മൂന്നാമത്തത്, ഈ റീവാലുവേഷൻ നമ്മൾ ഒരു കണ്ടിന്യൂസ് ബേസിസിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഇക്കൊല്ലം ചെയ്തു അടുത്ത കൊല്ലം നിർത്തി, അങ്ങനെയല്ല, ആനുവലി എന്ത് ചെയ്യും? നമ്മൾ ചെയ്യും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ ആനുവലി ചെയ്യുന്ന സമയത്ത് ഒരേ ഒരു പ്രശ്നമാണുള്ളൂ. ആ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് മാറിക്കൊണ്ടേ നിൽക്കും അല്ലേ? അപ്പം റീവാലുവേഷൻ മോഡൽ ആയാൽ കൂടി നമ്മളെ അസറ്റിന് ഇപ്പം 25,000 ആണ് നമ്മൾ റീവാല്യൂ ചെയ്തപ്പോഴേക്ക് അതിന്റെ എമൗണ്ട് 30,000 ആയി എന്ന് വിചാരിക്കാം. ഇങ്ങനെ ആയാൽ കൂടി നമ്മൾ ഡിപ്രീസിയേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നടന്നു പോവും അല്ലേ? അപ്പൊ ഫസ്റ്റ് കണ്ട ഡിപ്രീസിയേഷൻ ആയിരിക്കില്ല ഈ റിമൈനിങ് 30,000ന്റെ മുകളിൽ നമ്മൾ ഉണ്ടാവുന്ന ഡിപ്രീസിയേഷൻ അല്ലേ? ഫസ്റ്റ് യൂസ്ഫുൾ ലൈഫ് ഇട്ടു, ഒരു യൂസ്ഫുൾ ലൈഫ് ഇട്ടു, നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടു. അതിനുശേഷം വീണ്ടും ക്യാരിങ് വാല്യൂ മാറുകയാണ്. അപ്പൊ നമ്മൾ ഡിപ്രീസിയേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതും മാറും. അപ്പൊ റെസിജ്വൽ വാല്യൂ എന്ത് ചെയ്യും? എല്ലാ കൊല്ലവും മാറും. അതിനനുസരിച്ച് അസറ്റിന്റെ ഡിപ്രീസിയേഷനും മാറും അല്ലേ? ഇനി റെസിജ്വൽ വാല്യൂ കൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ.
സോറി, റെസിജ്വൽ വാല്യൂ ആസ് ഇൻ ആ എസറ്റിന്റെ ക്യാരിങ് വാല്യൂ, ഇത് ഇവിടെ മാറിപ്പോയതാണ്. ക്യാരിങ് വാല്യൂ എല്ലാ കൊല്ലവും മാറും അല്ലേ? അതേപോലെ നമ്മൾ ആ എസറ്റിനെ നമ്മൾ ഇയർ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞിട്ട് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആ വാല്യൂ മാറും അല്ലേ? ക്യാരിങ് വാല്യൂ കൂടുകയോ കുറയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ സ്ക്രാപ്പ് വാല്യൂ എന്ത് ചെയ്യും? കൂടുകയും കുറയും ചെയ്യും അല്ലേ? അതെന്തായാലും സ്വാഭാവികമാണ്. അപ്പൊ സ്ക്രാപ്പ് വാല്യൂ കൂടിയും കുറയും ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? എസറ്റിന്റെ ഡിപ്രീസിയേഷൻ കാണുന്നത് അല്ലെ? ഫോർ എക്സാമ്പിൾ, ഈ ഒരു എസറ്റിന് 25,000 ഉണ്ടായിരുന്ന സമയത്ത് ഇതിന്റെ സ്ക്രാപ്പ് വാല്യൂ 5,000 ആണെന്ന് വിചാരിക്കാം. എസറ്റ് 30,000 ആകുമ്പോഴേക്ക് അതിന്റെ സ്ക്രാപ്പ് വാല്യൂ 8,000 ആയിട്ട് മാറി. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്തത് എന്തുണ്ടാവുക? നമ്മൾ 25,000 5,000 ഒക്കെ മൈനസ് ചെയ്തിട്ടാണ് ഡിപ്രീസിയേഷൻ കണ്ടുണ്ടാവുക അല്ലെ? പക്ഷെ ഇപ്പം പ്രശ്നം എന്താണ്? എസറ്റിന്റെ എമൗണ്ടും മാറി, അതേപോലെ തന്നെ സ്ക്രാപ്പ് വാല്യൂ മാറി അല്ലെ? ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ഡിപ്രീസിയേഷൻ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഡിപ്രീസിയേഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് റിമൈനിങ് യൂസ്ഫുൾ ലൈഫാണ് എടുക്കുക. അതായത് നമ്മൾ റീവാല്യൂ ചെയ്യുന്നതിന് മുന്നേ വരെയുള്ള ടൈമൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് എന്നാണോ നമ്മൾ റീവാല്യൂ ചെയ്തത് ആ റീവാല്യൂ ചെയ്ത തൊട്ടുള്ള റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് ആയിരിക്കും നമ്മൾ ഡിപ്രീസിയേഷൻ റീകാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യുക. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈ ഒരു എസെറ്റ് 10 യൂസ്ഫുൾ ലൈഫ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷെ അറ്റ് ദിസ് പോയിന്റ് വെൻ വി റീവാല്യൂഡ് ദി എസെറ്റ് ഓൾറെഡി 5 ഇയേഴ്സ് അങ്ങോട്ട് കടന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇനി എത്ര ഇയേഴ്സ് ബാക്കിയുണ്ട്? 5 ഇയേഴ്സ് ആണ് ബാക്കിയുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പുതിയ ഡിപ്രീസിയേഷൻ കാണുക? അതിന്റെ റീവാല്യൂഡ് എമൗണ്ട് ആയ 30,000 മൈനസ് 8,000, ഓക്കെ, ഡിവൈഡഡ് ബൈ ഇനി 10 ഇയേഴ്സ് എടുക്കത്തില്ല, അതിന് പകരം റിമൈനിങ് യൂസ്ഫുൾ ലൈഫാണ് എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാണാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ മുൻപ് കണ്ട ഡിപ്രീസിയേഷൻ വേറെ, ഇപ്പം കണ്ട ഡിപ്രീസിയേഷൻ വേറെ അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ഡിപ്രീസിയേഷനിൽ ഡിഫറൻസ് വരുന്ന സമയത്ത് റീവാലുവേഷൻ ഗെയിന് കാരണം, ഗെയിന് തന്നെ ആവണേ, അപ്പൊ റീവാലുവേഷൻ ഗെയിന് സംഭവിച്ചു റീവാല്യൂ ചെയ്തപ്പം, അപ്പൊ ഡിപ്രീസിയേഷന് മാറ്റം വന്നു. അങ്ങനെയാണെങ്കിൽ ആ ഡിപ്രീസിയേഷനെയാണ് നമ്മൾ എന്ത് പറയാ? എക്സസ് ഡിപ്രീസിയേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ എക്സസ് ഡിപ്രീസിയേഷന്റെ ഫോർമുല എന്താണ്? ഓൾഡ് ഡിപ്രീസിയേഷൻ മൈനസ് ന്യൂ ഡിപ്രീസിയേഷൻ. ഇങ്ങനെ നമ്മൾക്ക് കണ്ടുപിടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? റീവാലുവേഷൻ ഗെയിന് ഡിവൈഡഡ് ബൈ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് കണ്ടാൽ മതി. ഏത് വേണമെങ്കിലും നമ്മൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി ഇത് ഇവിടെ കൊണ്ട് നിൽക്കുന്നില്ല. എക്സസ് ഡിപ്രീസിയേഷൻ വന്നാൽ വീണ്ടും ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നമ്മൾക്ക് കിടപ്പുണ്ട്. അത് ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. എക്സസ് ഡിപ്രീസിയേഷനെ നമ്മൾ എന്ത് ചെയ്യുക? റീവാലുവേഷൻ സർപ്ലസ് എന്ന് പറയുന്ന റിസർവ് അക്കൗണ്ട് എന്ത് ചെയ്യും? നമ്മൾ റിമൂവ് ചെയ്യും, മൈനസ് ചെയ്യും. എന്നിട്ട് അതിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും? റീറ്റെയിൻഡ് ഏർണിങ്സിൽ ആഡ് ചെയ്യും. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പം ഡിപ്രീസിയേഷന്റെ ട്രീറ്റ്മെന്റ്, എക്സസ് ഡിപ്രീസിയേഷന്റെ ട്രീറ്റ്മെന്റ് ഇത്രയാണ്. റീവാലുവേഷൻ സർപ്ലസ് മൈനസ് ചെയ്യും, റീറ്റെയിൻഡ് ഏർണിങ്സിലോട്ട് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓക്കെ, ഇനി റിക്കവറബിൾ സോറി റെസിജ്വൽ വാല്യൂ ക്യാരിയിങ് വാല്യൂവിനെയും കാട്ടിയും അധികമാണ്. അതായത് നമ്മൾക്ക് ആ എസെറ്റ് വെക്കുന്ന സമയത്ത് നമ്മൾ കാണിച്ചിരിക്കുന്ന ക്യാരിയിങ് വാല്യൂവിനെയും കാട്ടി അധികം കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ എസെറ്റിന് ബേസിക്കലി ഡിപ്രീസിയേഷൻ ഒന്നും വരുന്നില്ല അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല? ആ ഒരു കൊല്ലം ഡിപ്രീസിയേഷൻ ചെയ്യൂല. ഓൾ റൈറ്റ്, ഡോണ്ട് ഡിപ്രീസിയേറ്റ് എന്നാണ്. ഓക്കെ, ഇനി ഈ ഡിപ്രീസിയേഷൻ ഏത് ഡിപ്രീസിയേഷൻ ആയാലും എസറ്റിന്റെ മുകളിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ കൊല്ലവും എന്ത് ചെയ്യും? ആനുവലി അതിനെ റിവ്യൂ ചെയ്യും. ഓക്കെ, എല്ലാ കൊല്ലവും എന്ത് ചെയ്യും? ആനുവലി അതിനെ റിവ്യൂ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ്ഫുൾ ലൈഫ് മാറിയിട്ടുണ്ട്, സ്ക്രാപ്പ് വാല്യൂ മാറിയിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ മെത്തേഡ് മാറിയിട്ടുണ്ട്, നമ്മൾ എസറ്റിനെ റീവാല്യൂ ചെയ്തിട്ട് അങ്ങനെ ഡിപ്രീസിയേഷൻ മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അടുത്ത ഡ്യൂട്ടി എന്താണ്? പുതിയ ഡിപ്രീസിയേഷൻ കാണല. ഓക്കെ, അപ്പൊ പുതിയ ഡിപ്രീസിയേഷൻ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ചേഞ്ച് നടക്കുന്ന സമയത്തുള്ള ക്യാരിയിങ് വാല്യൂ, അത് ചിലപ്പം ഫെയർ വാല്യൂ ആവാം, അതായത് റീവാല്യൂഡ് എമൗണ്ട് ആവാം, അല്ലെങ്കിൽ ഇപ്പം റീവാലുവേഷൻ നടക്കുമ്പോഴല്ല, പക്ഷെ പെട്ടെന്നാണ് എസെറ്റിന്റെ യൂസ്ഫുൾ ലൈഫ് ഒക്കെ മാറുന്നെങ്കിൽ എപ്പോഴാണോ ആ ചേഞ്ച് നടക്കുന്നത് ആ ചേഞ്ച് നടക്കുമ്പോഴുള്ള ക്യാരിയിങ് വാല്യൂ മൈനസ് പുതിയ സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് പുതിയ ഡിപ്രീസിയേഷൻ കിട്ടും. അപ്പൊ ഡിപ്രീസിയേഷൻ മാറിയ എക്സസ് ഡിപ്രീസിയേഷന്റെ ട്രീറ്റ്മെന്റ് എന്തായാലും അവിടെ ഉണ്ട്. ഓൾഡ് മൈനസ് ന്യൂ ചെയ്യുക, ഡിഫറൻസ്
റീവാലുവേഷൻ സർപ്ലസ് എന്ന് റിമൂവ് ചെയ്യുക, റീറ്റെയിൻഡ് ഏർണിംഗ്സിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സബ്സീക്വന്റ് എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, അപ്പൊ സബ്സീക്വന്റ് എക്സ്പെൻഡിച്ചർ കൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ഒരു അസറ്റ് വാങ്ങി അതിന്റെ മുകളിൽ നമ്മൾ വീണ്ടും എക്സ്പെൻഡിച്ചർ ചെയ്യുവാണെങ്കിൽ അതിനാണ് സബ്സീക്വന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു 5 കൊല്ലത്തേക്ക് ഒരു അസറ്റ് വാങ്ങി, ആ 5 കൊല്ലത്തിന്റെ ഉള്ളിൽ നമ്മൾ ആ അസറ്റിന്റെ മുകളിൽ പണിയെടുത്തു, അങ്ങനെയാണെങ്കിൽ അതിനാണ് സബ്സീക്വന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ സബ്സീക്വന്റ് എക്സ്പെൻഡിച്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നോക്കേണ്ടത് ആ എസറ്റിന് നമ്മൾക്ക് FEB കിട്ടുന്നുണ്ടോ, ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടോ, ഫ്യൂച്ചർ എക്സ്ട്രാ എക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടോ. എക്സ്ട്രാ വേണം കേട്ടോ, എക്കണോമിക് ബെനിഫിറ്റ്സ് എന്തായാലും കിട്ടും എസറ്റിന്റെ മുകളിൽ, പക്ഷെ നമുക്ക് എക്സ്ട്രാ അത് ചെയ്യുന്നതിലൂടെ എക്സ്ട്രാ കിട്ടുന്നുണ്ടോ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ് ആണ്. എൻ്റെ ബസ് ഒരു ഓർഡിനറി ബസ്സാണ്. അപ്പം കസ്റ്റമർ വളരെ കുറവാണ്. ഞാൻ എന്ത് ചെയ്തു, ഇത് കണക്കിലെടുത്തിട്ട് ഞാൻ ബസ്സിൽ AC-യും പിന്നെ ലെതർ സീറ്റിങ്സും വെച്ചു. അപ്പൊ ആ ലെതർ സീറ്റിങ്സ് AC ഒക്കെ കാരണം എൻ്റെ കസ്റ്റമേഴ്സ് എന്ത് ചെയ്തു, കൂടി. ഓക്കെ, കസ്റ്റമേഴ്സ് എന്ത് ചെയ്തു, കൂടാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഇതിനെയാണ് എന്ത് പറയുന്നത്, ഫ്യൂച്ചർ എക്സ്ട്രാ എക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടുക എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ബസ്സിൽ ഞാൻ ചെലവാക്കിയിട്ടുള്ള AC-യുടെ എമൗണ്ടും ലെതറിന്റെ എമൗണ്ടും ഒക്കെ ഞാൻ എന്ത് ചെയ്യും, ആ എസറ്റിന്റെ കൂടെ ക്യാപിറ്റലൈസ് ചെയ്യും. ഓക്കെ, അതായത് എസറ്റിന്റെ കൂടെ ആഡ് ചെയ്യും, ബസ്സിന്റെ എമൗണ്ടിന്റെ കൂടെ ആഡ് ചെയ്യും. സപ്പോസ് ബസ് ഞാനൊരു 25,000-നാണ് വാങ്ങിയത്, ഇതൊക്കെ കൂടിയിട്ട് ഒരു $2,000 ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം എസറ്റിന്റെ എമൗണ്ട് എത്രയായിട്ട് മാറും, 27,000 ആയിട്ട് മാറും. ഇതിനെയാണ് ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറയാം. ഓക്കെ, ഇതിന് വേറൊരു പേരുണ്ട്, ഓവർ ഹൗളിംഗ്. ഓക്കെ, ഇനി ഈ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട കേസ് എന്താ വെച്ചാൽ യൂസ്ഫുൾ ലൈഫ് എങ്ങനെയാണെന്ന് നോക്കുക. മെയിൻ എസറ്റിന്റെ സെയിം ആയിട്ട് തന്നെയാണ് യൂസ്ഫുൾ ലൈഫ് എങ്കിൽ നമ്മൾ ഇതിനെ രണ്ടിനെയും ഒന്നിച്ചാണ് ഡിപ്രീസിയേറ്റ് ചെയ്യുക. ഇനി മെയിൻ എസറ്റിൽ നിന്ന് ഡിഫറെന്റ് ആണ് യൂസ്ഫുൾ ലൈഫ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിപ്രീസിയേഷൻ സെപ്പറേറ്റ്ലി ചെയ്യും. ഇനി ഇത് ഫ്യൂച്ചർ എക്സ്ട്രാ എക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടുമ്പോഴുള്ള കേസാ പറഞ്ഞത്. ഇനി സപ്പോസ് നമ്മൾക്ക് ഫ്യൂച്ചർ എക്സ്ട്രാ ബെനിഫിറ്റ്സ് കിട്ടുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നമ്മൾ ആ എസറ്റിൽ നമ്മൾ ചെലവാക്കിയ എമൗണ്ടിനെ SOPL നമ്മൾ കാണിക്കും. ആ ബസ്സിന്റെ സിറ്റുവേഷൻ തന്നെ എടുക്കുക. ബസ്സിന്റെ ബ്രേക്ക് പൊട്ടിപ്പോയി, നമ്മൾ ബ്രേക്ക് ശരിയാക്കി എന്ന് വെച്ചിട്ട് കസ്റ്റമേഴ്സ് കൂടി വരുമോ? ഇല്ല, നമ്മൾ എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുവാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പെൻസ് ആയിട്ട് SOPL കാണിക്കും. എക്സാമ്പിൾ പറയുവാണെങ്കിൽ റിപ്പയർസ്, മെയിൻ്റെനൻസ്, റീപെയിന്റിങ് എക്സെട്ര. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ എസറ്റിനെ സെല്ല് ചെയ്തു. അപ്പൊ എന്താണ് ചെയ്യുക, നമ്മൾ എസറ്റിനെ സെല്ല് ചെയ്താൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഗെയിൻ ആണോ ലോസ് ആണോ എന്നുള്ളതാണ്. അതെങ്ങനെയാ കണ്ടുപിടിക്കുക, നമ്മൾ ആ എസറ്റിന് എത്രക്കാണോ വിറ്റത്, സെയിൽസ് പ്രൊസീഡ്സ് മൈനസ് എസറ്റിന്റെ ക്യാരിയിങ് വാല്യൂ എത്രയായിരുന്നു. ഇതൊരു പോസിറ്റീവ് എമൗണ്ട് ആണെങ്കിൽ ഗെയിന്, നെഗറ്റീവ് എമൗണ്ട് ആണെങ്കിൽ ലോസ് അല്ലേ. ഇനി ഈ ഒരു അസറ്റിന്റെ മുകളിൽ നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന റീവാലുവേഷൻ സർപ്ലസ് മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യും, അത് കഴിഞ്ഞാൽ റീറ്റെയിൻഡ് ഏർണിങ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ അല്ലേ? IA-16 ഇവിടെ തീരുന്നില്ല. ഒരു കുറച്ച് പോർഷൻസും കൂടെ ACCAയുടെ സിലബസിലുള്ള, ACCAയുടെ സ്റ്റഡി ഹബിലുള്ള കുറച്ച് പോർഷൻസ്, അല്ലറ ചില്ലറ കുറച്ച് പോർഷൻസ് ഉണ്ട്. തിയറി മാത്രമാണ്, അതും കൂടെ ഒന്ന് എടുക്കാം. ഇതുവരെ ചോദിച്ചിട്ടില്ല അതൊന്നും, പക്ഷേ ജസ്റ്റ് ബി ഓൺ ദ സേഫർ സൈഡ് ഞാൻ അതും കൂടെ എടുക്കുന്നതാണ്. അപ്പം അത് നാളെ ഇൻഷാല്ലാ നാളെ എടുക്കാം. ഓക്കെ, ബൈ. നല്ലോണം കാണാ വീഡിയോസ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ACCയുടെ സ്റ്റഡി ഹബിലുള്ള സാധനം കൂടെ കഴിഞ്ഞിട്ട് നമ്മളൊരു ലൈവ് സെഷൻ പ്രാക്ടീസിന് വേണ്ടി വെക്കും. ഓക്കെ, താങ്ക് യു.